ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻഡോജു. ഞാൻ രഘുനന്ദനൻ എം പി. കേരള PSCയുടെ 2020 മുതൽ 24 വരെയുള്ള കേരള PSC GKയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ടോപ്പിക് വൈസായി LDC LGS 2024 പ്രിപ്പയർ ചെയ്യുന്നവർക്കായി തന്നുകൊണ്ടിരിക്കുന്ന ഒരു പങ്ക്തിയാണിത്. അതിൽ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം ഭരണവും ഭരണഘടനാ സ്ഥാപനങ്ങളുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 2020 മുതൽ 24 വരെയുള്ള PSC ചോദ്യങ്ങൾ കിട്ടും. ഇന്ന് നമ്മൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ നിന്നുള്ള SCRT പാഠഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട വസ്തുതകൾ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ചോദ്യങ്ങൾ ഈ സീരീസൊക്കെ ഓരോ സീരീസും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഭരണവും ഭരണഘടനാ സ്ഥാപനങ്ങളും കഴിഞ്ഞാൽ അതിൽ നിന്നുള്ളൊരു മോക്ക് ടെസ്റ്റ് തരും. ആ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റുകളും കിട്ടും. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യം കണ്ട് ആദ്യം തന്നെ ഞെട്ടി വിറയ്ക്കണ്ട. ഒന്ന് നോക്കൂ, ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യം നോക്കൂ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. ആ ഒരൊറ്റ ഉത്തരം അറിയാച്ചാൽ നമുക്കിതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തി. 2ഉം 3ഉം ശരിയായ പ്രസ്താവനയിൽ ഒന്നില്ല, അതുകൊണ്ട് അത് ശരിയായ ഓപ്ഷൻ അല്ല. 2ഉം 3ഉം 4ഉം അതിലും ഒന്നില്ല, അതുകൊണ്ട് അത് ശരിയായ ഓപ്ഷൻ അല്ല. 2ഉം 4ഉം അതിലും ഒന്നില്ല, അതുകൊണ്ട് ശരിയായ ഓപ്ഷൻ അല്ല. ഒന്നുള്ളത് ഒറ്റ ഓപ്ഷനിലെ ബി. ഒരു ഉത്തരം അറിഞ്ഞാൽ പ്രസ്താവന ടൈപ്പ് ചോദ്യത്തിന് ഉത്തരമായി. അങ്ങനത്തെ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളും ഉണ്ട് എന്ന് ഓർക്കുക. ഇനി ഇത് ഗവർണർ ആണെങ്കിൽ നിർബന്ധമായും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇവിടെ ഒരു ഇൻ്റലിജൻറ്റ് ഗസ് ആവാം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ രാഷ്ട്രപതി അല്ല എന്നും അറിയാം. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയും രണ്ടാമത്തെ പ്രസ്താവന തെറ്റുമാണ്. അപ്പോൾ എന്ത് വേണം? നമുക്ക് നിർബന്ധമായും 2 ഉണ്ടാവാനും പാടില്ല, 1 ഉണ്ടാവും വേണം. അങ്ങനെ നോക്കിയാലും 1, 3, 4 കിട്ടും. പിന്നെ കാലാവധി 65 വയസ്സ് തികയുന്നത് വരെയോ അല്ലെങ്കിൽ പരമാവധി 5 വർഷമോ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 243K വകുപ്പ് 1 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. നോക്കൂ, ഈ വകുപ്പ് ഒന്ന് ഓർത്തു വെച്ചോളൂ. 243K വകുപ്പ് 1 അത് നിന്ന് കിട്ടി. അതായത് PSC ചോദ്യങ്ങൾ പഠിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSC ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു ചോദ്യം കണ്ടല്ലോ നിങ്ങൾ. ഈ ചോദ്യം നമുക്കിനി ആവർത്തിക്കുമോ എന്ന് നോക്കാം അടുത്തൊരു ചോദ്യമാകുമ്പോഴേക്കും. അടുത്ത ചോദ്യം എന്താ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ പെടാത്തത് ഏത്? ഒന്നും ആവർത്തിച്ചിട്ടില്ല അല്ലേ? നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം എത്തിയിട്ടേ ഉള്ളൂ നമ്മൾ. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുക. ശരിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുക. അതും ശരിയാണ്. 2 കാര്യങ്ങൾ കിട്ടിയപ്പോൾ 2 പ്രസ്താവന ടൈപ്പ് ചോദ്യം വയ്ക്കുമ്പോഴേക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പോകുന്നു. ഈ 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. അതുകൊണ്ട് തന്നെ ചുമതലയിൽ പെടാത്തത് ഏതാ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഡോണ്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻ. ഉടൻ കൊണ്ടുപോയിട്ട് 1ഉം 2ഉം എന്ന് എഴുതരുത്. ഭാഗ്യത്തിനകത്ത് ഇവിടെ തന്നിട്ടില്ല. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് പെട്ടെന്ന് ചുമതലയിൽ പെട്ടത് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ മാർക്ക് നമുക്കറിയാവുന്ന ചോദ്യത്തിന് നമ്മൾ 0.33 കുറഞ്ഞ മാർക്ക് മേടിക്കും. അപ്പോൾ ഇവിടെ നമുക്കറിയാം 1ഉം 2ഉം വരാൻ പാടില്ല. അതുകൊണ്ട് ഇത് പറ്റില്ല, ഇത് പറ്റില്ല, ഇത് പറ്റില്ല. അതുകൊണ്ട് ശരി ഏതാ? 3ഉം 4ഉം എന്ന് പറഞ്ഞാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയല്ല സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുകയോ സംസ്ഥാന പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കണം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. 2 ചോദ്യങ്ങളായി. നമുക്കിനി അത് റിപ്പീറ്റ് ചെയ്യുമോ എന്ന് നോക്കാം. 2 ചോദ്യമായി. താഴെ പറയുന്നവയിൽ ഏതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം? റിപ്പീറ്റ് ചെയ്തോ? റിപ്പീറ്റ് ചെയ്തോ? എൻ്റെ ചെറിയ ചോദ്യമാണ്, റിപ്പീറ്റ് ചെയ്തോ? നിങ്ങൾ ഈ മുൻകാല ചോദ്യങ്ങൾ പഠിക്കാതെ എവിടേക്കായി പാഞ്ഞു പോണത്? എന്തോ കൂടുതൽ പഠിക്കാൻ. ഇത് പഠിച്ചൊന്ന് ഉറപ്പിച്ചു പോയോക്ക്. 243K അനുച്ഛേദം 243K മുന്നത്തെ ചോദ്യത്തിൽ വന്നില്ലേ? അടുത്തതോ? കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളേവ? നിലവിൽ വന്നത് 1993 ഡിസംബർ 3 ശരിയായ പ്രസ്താവനയാണ്. നിലവിൽ വന്നത് 1993 ഡിസംബർ 3. ഒരു പുതിയ വിവരം കൂടി കിട്ടി. സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കുള്ള ഇലക്ഷൻ നടത്തുവാനുള്ള അധികാരമുണ്ട്. ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നോ?
തെറ്റല്ലേ? ഈ പ്രസ്താവന തെറ്റാണ്, നമ്മൾ പഠിച്ചില്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തല്ലേ? അപ്പം 2 ഇത് ഈ മുന്നേ ചോദിച്ച 2 ചോദ്യം പഠിച്ചു പോയ ഒരാൾക്കാണ് ഈ ചോദ്യം കിട്ടിയതെന്ന് വിചാരിക്കൂ. അപ്പം അയാൾക്കത് ഉത്തരത്തിൽ എത്തിക്കാൻ പറ്റുമോ? പറ്റും. ഇവിടെ ഉത്തരമായി. കാരണം തെറ്റായ പ്രസ്താവനയെ ചോദിക്കുന്നത് അതേതാ? B2. ആദ്യത്തെ 2 ചോദ്യം പഠിച്ചു പോയ ഒരാളായിരുന്നുവെങ്കിൽ ഈ ചോദ്യത്തിന് അയാൾക്ക് ഉത്തരം കിട്ടാൻ പറ്റും. അപ്പം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഏറ്റവും എഫക്റ്റീവായ മാർഗം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കലാണ്. അത് ഇനിയുള്ള ഓരോ വിഷയം എടുക്കുമ്പോഴും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ശരിയാണ് ആ പ്രസ്താവന? ഷാജഹാൻ IAS ആണ് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പുതിയൊരു പോയിന്റ് കിട്ടിയോ? ശരിയാണത്. അതിൽ 2ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്. അടുത്ത് നോക്കാം. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1993 ഡിസംബർ 3-ാം തീയതി നിലവിൽ വന്നു. ആവർത്തിച്ചില്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243K പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. 2ാമത്തത് ആവർത്തിച്ചില്ലേ? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല. 1, 2, 3 ആവർത്തിച്ച ചോദ്യമല്ലേ? ഇത് പഠിച്ചു പോയ ഒരാൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഈ 4 ചോദ്യങ്ങൾ പോയി പഠിച്ചു പോയ ഒരാളായിരുന്നു എങ്കിൽ അയാൾക്ക് ഈ ചോദ്യം പുതുതായി വന്നതാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുമോ? ശരിയാണ്. 1, 2, 3 ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. 4 അവിടെ ഇല്ല. 4 ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഇത് മാത്രം മതി. 4ാമത്തേനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ വേണ്ട. പക്ഷെ ഇപ്പോൾ വന്നു, അതുകൊണ്ട് ആ ധാരണ ഉണ്ടായിരിക്കണം. പഞ്ചായത്ത്, നിയമസഭാ മണ്ഡലം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണ്ണയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. നമ്മൾ പഠിച്ചിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിയമസഭാ മണ്ഡലം വന്നു എന്നുള്ളത് കൊണ്ട് ഇൻ്റലിജൻ്റ് ഒന്നായി ആലോചിച്ച 4ാമത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും കാര്യത്തിലോ അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ല. പണ്ട് അതിർത്തി നിർണ്ണയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നു. ഇപ്പോൾ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയാണ്. ഓക്കെ. അപ്പോൾ 2000 മുതൽ ചോദിച്ച ചില ചോദ്യങ്ങളിൽ വന്ന ഉത്തരങ്ങൾ, ചില കറണ്ട് അഫയേഴ്സും കൂടി നമുക്കൊന്ന് പഠിച്ചെടുക്കണ്ടേ? അത് പഠിച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും വരാം. അതിനു മുന്നേ നമ്മൾക്കൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിനെ കുറിച്ച് ഞാനൊന്ന് പറയുന്നു. അതിനുശേഷം 2000 മുതൽ 2020 വരെ ചോദിച്ച ചില പ്രധാന ചോദ്യങ്ങൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടത്, അത് കഴിഞ്ഞാൽ കുറച്ച് കറണ്ട് അഫയേഴ്സ്, പിന്നെ SCRT പാഠഭാഗം. അപ്പോൾ നമ്മുടെ കോഴ്സ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നോക്കാം. ആ കോഴ്സിനെ കുറിച്ച് ഒരു ചെറിയ സമയം, കുറച്ച് നേരം ഒന്ന് ഷെയർ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ആ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാം എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് PSC പ്രിപ്പറേഷൻ നടത്താം. 3500 രൂപ മാത്രമാണ് ഇപ്പോൾ ഒരു വർഷത്തേക്ക്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ PSC കിട്ടും. നമ്മൾ കംപ്ലീറ്റ് സിലബസ് തരും. ലൈവ് ക്ലാസ് ഉണ്ടാവും. ലൈവ് ക്ലാസ്സിൽ ഇതുപോലത്തെ കിസ്സുകളാണ് നടത്തുക. നമ്മൾ കിസ്സ് നടത്തി ഇതുപോലത്തെ വിശദീകരണം നടത്തും. ആ കിസ്സ് നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൈഡിൽ, നമ്മുടെ ആപ്പ് ഉപയോഗിച്ചിട്ടാണ്, ആപ്പിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? കിസ്സ് ചെയ്യാനുള്ള എന്തുണ്ടായിരിക്കും? ഒരു ലൈവായ ഒന്ന് വരും. അതിൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്യാം. എന്നിട്ട് അന്നത്തെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കാം. ഓരോ ലൈവ് ക്ലാസ്സിലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്ത ക്ലാസ്സിലെ കിസ്സുകൾ കൊണ്ടുവരും. ആ ക്ലാസ്സിലെ, ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്നെടുക്കുന്ന ക്ലാസ്സിലെ PSC ചോദിച്ച ചോദ്യങ്ങളും ഉൾപ്പെടുത്തും. അതിൻ്റെ വിശദീകരണവും ഉൾപ്പെടുത്തും. ഇനി ഒരു ലൈവ് ക്ലാസ് മിസ്സായാൽ നിങ്ങൾക്ക് പേടിക്കേണ്ട. അത് റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് അവിടെ കിടക്കും. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. ഡെയിലി ലേണിംഗ് പ്ലാൻ ഉണ്ട്. ദിവസവും ഒരു ലേണിംഗ് പ്ലാൻ ഉണ്ട്. യൂണിറ്റ് എക്സാംസ് ഉണ്ട്. മോക്ക് എക്സാംസ് ഉണ്ട്. മെൻറ്ററിംഗ് ഉണ്ട്. നിങ്ങൾക്കായി ഒരു അധ്യാപകൻ ഉണ്ടാവും നിങ്ങളെ മെൻറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്. കമ്മ്യൂണിറ്റി ലേണിംഗ് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കായിട്ടൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമായി വിൻഡോസ് ജൂനിയർ ആപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്കായി നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ കിസ്സുകൾ, അതായത് ഇൻസ്റ്റൻറ്റ് കിസ്സുകൾ, നിങ്ങൾക്ക് ഒരു യാത്ര ചെയ്തു പോകുമ്പോൾ പങ്കെടുക്കാൻ പറ്റാവുന്ന കിസ്സുകൾ. ഇപ്പോൾ 1 മണിക്കൂർ പൂവടിച്ചാൽ നിങ്ങൾക്ക് ഒരു 50-60 കിസ്സുകൾ അങ്ങനെ ചെയ്യാം. ആ കിസ്സുകൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ അന്നന്ന് പഠിക്കുന്നതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന കിസ്സുകൾ. ഇപ്പം എല്ലാറ്റിലും ഉൾപ്പെട്ട കിസ്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ തന്നെ ഡൗട്ട് ചോദിക്കാൻ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡൗട്ട് ചോദിക്കാൻ അവിടെ പറ്റും. അതിന് ഡൗട്ട് സെഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗെയിമിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾ പാഠം പൂർത്തിയാക്കിയാൽ പോയിന്റ്. അപ്പോൾ ആ ആപ്പ്, കമ്മ്യൂണിറ്റി ആപ്പ് എടുത്താൽ നിങ്ങൾ എല്ലാ ദിവസവും ആപ്പ് കയറി കിസ്സുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോയിന്റ്. തുടർച്ചയായി 7 ദിവസം ചെയ്താൽ അതിനൊരു ബോണസ് പോയിന്റ്. ഇങ്ങനെ ഗെയിമിഫിക്കേഷൻ, നിങ്ങൾ ആ ലീഡർ ബോർഡിൽ നിങ്ങളുടെ പോയിന്റുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നന്നായി പഠിക്കുന്നവരുടെ ഒപ്പം എത്താനുള്ള ഒരു സ്വാഭാവികമായൊരു താല്പര്യം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അത് അവിടെ പോസ്റ്റുകൾ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് ആവട്ടെ, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ആവട്ടെ, PSCക്ക് വേണ്ടി നമ്മുടെ കമ്മ്യൂണിറ്റി ആപ്പാക്കി മാറ്റൂ. ഈ എല്ലാ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് 3500 രൂപയുടെ പ്ലാനാണ്.
ഓക്കെ, ഒരു വർഷത്തേക്കാണ് ഒരു PSC ജോലിക്ക് വേണ്ടി 3500 രൂപ മുടക്കാൻ തയ്യാറാവും. ഓക്കെ, ഇനി അതല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞില്ലേ സാധാരണ സർവീസുകൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ടെലിഗ്രാം അതുപോലെ തന്നെ വാട്സപ്പിലും ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വീണ്ടും പാഠഭാഗത്തിലേക്ക് പോകാം. പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായി പാഠഭാഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് അതിൻ്റെ നോട്ട്സിലേക്ക്, അതായത് എന്താണ് ഒരു 2020 വരെ ചോദിച്ച ചില പ്രധാന ചോദ്യങ്ങളിലേക്ക് പോകാം. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. മറന്നു പോകണ്ട. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല എന്ന് പറയുന്നത് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക. അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക, തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക, ഇതെല്ലാമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വകുപ്പ് ഏതാണ്? 243K ആണ്. ഭരണഘടനയിലെ വകുപ്പ് 243K ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതികൾ ചോദിച്ചാൽ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 73, 74 ഭരണഘടനാ ഭേദഗതികളാണ്. നിങ്ങൾക്കറിയാലോ, 73, 74 ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? 73, 74 ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതികളാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇപ്പം പഞ്ചായത്ത്, ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് അവിടത്തേക്കുള്ള ഇലക്ഷൻ മാത്രമല്ല വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം വഹിക്കുന്നതും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാണ്? അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പക്ഷേ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എന്തെല്ലാം നിയമസഭയുമായി തെരഞ്ഞെടുപ്പ് നടത്താൻ ചുമതലയുള്ളൊരു സ്ഥാപനമല്ല. ഓർത്തു വയ്ക്കുക. ഇനി ആരാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. അപ്പം ഗവർണറാണ് നിയമിക്കുന്നത്. ആർക്കാണ് രാജി കൊടുക്കേണ്ടത്? രാജി കൊടുക്കേണ്ടതും ഗവർണർക്കാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ആ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജി കൊടുക്കേണ്ടത് ആർക്കാണ്? ഗവർണർക്കാണ്. ആരാണോ നിയമിക്കുന്നത് അയാൾക്ക് തന്നെയാണ് രാജി കൊടുക്കേണ്ടത്. എന്നാൽ ആരാണ് നീക്കം ചെയ്യുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ആ നീക്കം ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇംപീച്ച്മെന്റ്. ഹൈക്കോടതി ജഡ്ജിയെ ഇംപീച്ച് ചെയ്യുന്ന അതേ നടപടിക്രമമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഇംപീച്ച്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. ക്ലിയർ? ഓക്കെ ആയല്ലോ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി എത്രയാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമോ 65 വയസ്സോ ആണ്. അല്ലേ? തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ കാലാവധി ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ 5 വർഷം, അതല്ലെങ്കിൽ 65 വയസ്സ്. ഇതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. ഈ കൊല്ലങ്ങളൊക്കെ നമുക്ക് ഓർത്തു പോകും. ഏറ്റവും കൂടുതൽ ആളുകളുടെ പരാതി കൊല്ലങ്ങൾ ഓർത്തു വയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി ഞാൻ നമ്പർ പെഗ് എന്നുള്ളൊരു സംവിധാനത്തെ കുറേ ക്ലാസ്സുകളിലായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്പർ പെഗ് എന്ന് പറഞ്ഞാൽ ഓരോ നമ്പറിനും ഒരു ഇമേജ് സങ്കല്പിക്കുക. നമ്മളിവിടെ ഒരു നമ്പറിന് സങ്കല്പിച്ചിട്ടുള്ള ഇമേജ്, ഒന്നിന് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ള ഇമേജ് ഒരു മെഴുകുതിരിയാണ്.
ഒരു മെഴുകുതിരിയാണ്. 9 നമുക്ക് 2 എടുക്കാം. ബലൂൺ എടുക്കാം, അതായത് ആകാശത്തിലേക്ക് പറന്നു പോകുന്ന ഒരു ബലൂണ് 9ന്റെ ആകൃതിയില്ലേ. അതല്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാം, നയൻ, വൈൻ എന്നെടുക്കാം. നയൻ എന്നുള്ള വാക്ക്, വൈൻ എന്നുള്ള വാക്ക് സൗണ്ട് ചെയ്യുന്നുണ്ട്. ഇനി 9 വേറൊന്നും എടുക്കരുത്, ഈ രണ്ടും മനസ്സിൽ കാണുക. അപ്പോൾ ഒരു വൈൻ ഗ്ലാസ് സങ്കല്പിക്കുക, ഒരു വൈൻ ഗ്ലാസ് സങ്കല്പിക്കുക. അവളോട് ആരോടും ഞാൻ വൈൻ കുടിക്കാൻ പറയുന്നില്ല കേട്ടോ, നമ്മുടെ കഥ വേറെയാണ്. അപ്പോൾ ഒരു വൈൻ ഗ്ലാസ് ആയി. അങ്ങനത്തെ 2 വൈൻ ഗ്ലാസ് അവിടെ സങ്കല്പിക്കുക. അപ്പോൾ 2 9 ആയി. 2 വൈൻ ഗ്ലാസ്സുകൾ അവിടെ ഉണ്ട്. അപ്പോൾ 2 9 ആയി. ഒരു വൈൻ ഗ്ലാസ് ഒന്ന് ഞെളുങ്ങിയിട്ടുണ്ട് അല്ലേ? ഞങ്ങളുടെ ഭാഷയിൽ ഇങ്ങനെ ഇതൊക്കെ പോകുന്നതിന് ഞെളുങ്ങുക എന്നാ പറയുക. ഇനി 3 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു 3 ട്രീ എടുക്കാം, ഹേർട്ട് എടുക്കാം. 3 നിങ്ങൾക്ക് എന്തെടുക്കാം, ഒരു ട്രീ എടുക്കാം, ഒരു ഹേർട്ട് എടുക്കാം. ഞാനിവിടെ ഒരു ഹേർട്ട് എടുക്കുന്നു. 3 കണ്ടോ? ആ 3 നമുക്കൊരു ഹേർട്ടാക്കി മാറ്റാം. അപ്പോൾ 1993 ആയല്ലോ. നിങ്ങളുടെ മനസ്സിലെ വർഷം ഓർത്തു വയ്ക്കുന്നതിനെക്കാട്ടിലും എളുപ്പമാണ് ഒരു മെഴുകുതിരി, 2 വൈൻ ഗ്ലാസ്, ഒരു ഹാർട്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു കഥ ഉണ്ടാക്കുക. നമ്മൾ ഓർമ്മ ഏറ്റവും പ്രധാനമായി നമ്മുടെ ഓർമ്മ നിർത്തുന്നത് ഹൃദയം കൊണ്ടാണ്. ഇമോഷൻസ് ആണ് നമുക്ക് ഓർക്കാൻ ഏറ്റവും നല്ലത്. ഇമോഷൻസ് സ്റ്റോറിയിലുണ്ട്, അതുകൊണ്ടാണ് കഥകൾ നമുക്ക് ഇത്ര ഇഷ്ടം. ഒരു സ്റ്റോറിയാക്കി മാറ്റിക്കോളൂ. ഞാനൊരു സ്റ്റോറി പറയാം. നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടി, പക്ഷെ ജോലി കിട്ടി, നിങ്ങൾ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ എന്ത് നടക്കുകയാണ്, പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ചുമതലയിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ എവിടെ പോയി, മറ്റേ തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിൽ പോയി സാമഗ്രികളൊക്കെ വാങ്ങി നിങ്ങളെ ബസ്സിൽ ആ സ്കൂളിലെത്തിക്കും. ഒരു സ്കൂളായിരിക്കും അധികം, അല്ലെങ്കിൽ ഒരു മദ്രസ, അല്ലെങ്കിൽ ഒരു അംഗൻവാടി, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അവിടെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അവിടെ രാത്രി നിങ്ങൾ തങ്ങണം. ആ രാത്രി തങ്ങുമ്പോൾ പെട്ടെന്ന് അവിടുന്ന് കറണ്ട് പോയി ശരിയാകുന്നില്ല. അപ്പം നിങ്ങൾ ഒരു മെഴുകുതിരി വാങ്ങി കൊണ്ടുവന്നു. മെഴുകുതിരി വാങ്ങി കൊണ്ടുവന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഗ്ലാസ് നോക്കുമ്പോഴാണ് നിങ്ങളുടെ ഗ്ലാസ്സൊക്കെ ഏതോ ഒരു നായ പഠിച്ചു വലിച്ചു കൊണ്ടുപോയിരിക്കുന്നു, കാണാനില്ല. ഭക്ഷണം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തപ്പി നോക്കിയപ്പോൾ അവിടെ സ്കൂളൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ആരോ സാമൂഹ്യ വിരുദ്ധർ ചേർന്ന് ഒരു 2 ഗ്ലാസ് അവിടെ വൈനൊക്കെ കുടിക്കാൻ വേണ്ടി കിടക്കുന്നുണ്ട്. ആ ഗ്ലാസ്സൊക്കെ നിങ്ങൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു. അങ്ങനെ നിങ്ങൾ അതിലൊക്കെ ലേശം വെള്ളമൊഴിച്ച് ആ മെഴുകുതിരി ഉള്ള ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ കുടുംബത്തിന് ഒരു ലവ് ചിഹ്നത്തോടു കൂടി അയച്ചു കൊടുത്തു. ചിലപ്പോൾ ഭാര്യയ്ക്കാവാം, ഭർത്താവിനാവാം, അമ്മയ്ക്കാവാം, ഏട്ടനാവാം, ആർക്കാണെങ്കിലും. ഇനി നിങ്ങൾക്ക് ഒരു കാമുകിയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാമുകനുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്തു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. 1993 കയ്യിൽ പോന്നോ? ഈ ഒരു ചിത്രം ആലോചിക്കുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ട്. നിങ്ങളിത് മനസ്സിൽ കാണണേ, കണ്ണടച്ചിട്ട് ആ മെഴുകുതിരി കാണണം. 2 ഗ്ലാസ്സിലായിട്ട് നിങ്ങൾ സുഹൃത്തും നിങ്ങളും കൂടി ഭക്ഷണം കഴിക്കുന്നത് കാണണം. അതിൻ്റെ ഫോട്ടോ നിങ്ങൾ ആ മങ്ങിയ വെളിച്ചത്തിലെടുത്ത് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് കാണണം. എന്നിട്ട് ആ ലവ് ചിഹ്നം അയച്ചു കൊടുക്കുന്നു. അതും കൂടി കാണുമ്പോൾ ചിത്രം പൂർത്തിയായി. ഇത് മനസ്സിലുണ്ടെങ്കിൽ 1993 മറക്കില്ല. ഓർച്ചു നോക്കൊന്ന് മനസ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കണത് വരെ മറക്കില്ല എന്ന് ഞാൻ പറയണില്ല, പക്ഷെ പരീക്ഷ വരെ മറക്കില്ല. ഓക്കെ, അടുത്തത് നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കേണ്ടത് ചീഫ് ഇലക്ടറൽ ഓഫീസറെയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ അത് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായോ ഒരു വലിയ ബന്ധമുള്ള ആളല്ല. ബന്ധമില്ല എന്നല്ല പറയണത്. കാരണം മൂപ്പരുടെ പരിപാടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല. മൂപ്പരുടെ പരിപാടി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. കണ്ടോ? സംസ്ഥാന തെരഞ്ഞെടുപ്പിനാണ് മൂപ്പർ അവിടെ നിൽക്കുന്നത്. ആരാ മൂപ്പരെ നിശ്ചയിക്കുന്നത്? മൂപ്പരെ നിശ്ചയിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. മൂപ്പരെ തെരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിശ്ചയിക്കുന്നത്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൻ്റെ തലവനാണ് ഇദ്ദേഹം. ഏതാ ആക്ട്? 1950 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരമാണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരമാണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. അതിൽ 13A ആണ്. നിങ്ങൾക്കറിയാലോ,
തെരഞ്ഞെടുപ്പ് 1950 തുടങ്ങിയിരുന്നു. മറ്റോടത്ത് 1993 നടക്കാനുള്ള കാരണം 1992 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് ത്രിതല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനൊക്കെ ഉണ്ടായത്. 1992 ആ ഭേദഗതി വരുന്നത്. അപ്പോൾ 1993 എന്ത് വന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത്. പക്ഷേ ഇത് 1950 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഉണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടൊരു ഭരണഘടനാ വകുപ്പുണ്ട്. അത് 243K ആണ്. അതുകൊണ്ട് തന്നെ അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. പക്ഷേ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദവിയല്ല. അത് ഈ നിയമപ്രകാരം വന്നതാണ്. നിയമപ്രകാരം വരുന്ന പോസ്റ്റുകൾക്ക് നമ്മൾ പറയുക സ്റ്റാറ്റ്യൂട്ടറി എന്നാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റാണ്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇപ്പം ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗളാണ്. നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? സഞ്ജയ് കൗളാണ്. എങ്ങനെ ഓർത്തു വയ്ക്കുക? നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ഓർക്കുക. അതുമായി ഇയാളെ നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും. നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് നിലവിലെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ആണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? രാജീവ് കുമാർ. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ സുഹൃത്താണ് ഈ രാജീവ് കുമാർ എന്ന് ഓർക്കുക. മരിച്ചുപോയ പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു സഞ്ജയ് ഗാന്ധി. ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന നിയമസഭ, പാർലമെൻറ്റ് ഇലക്ഷൻ, അതുപോലെ തന്നെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടത്തേണ്ടത്. അതിനുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ആളാണ് ഈ സഞ്ജയ് കൗൾ. ഓക്കെ, അപ്പോൾ രാജീവ്, സഞ്ജയ്, അങ്ങനെ ഓർത്തു വയ്ക്കാം. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ചുമതലകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? വോട്ടർ പട്ടിക തയ്യാറെടുക്കലടക്കം അവരുടെ ചുമതലകളാണ്. ആരുടെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കാണെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും, അതല്ല മറ്റേ എന്താ പറയുക, ഇതിലേക്കാണെങ്കിൽ മറ്റേ നിയമസഭയിലേക്കാണെങ്കിൽ അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയുമാണ്. ഇനി നമ്മൾ നേരത്തെ ഒന്നും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വിവരം കൂടി ഒന്ന് പൂർത്തിയാക്കേണ്ടതില്ലേ? അതായത് പഞ്ചായത്തുകളിലെ അതിർത്തി നിർണ്ണയിക്കുന്നത് ആരാ? അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല. പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, പഞ്ചായത്തിലേക്കുള്ള എന്താ പറയുക, മറ്റേ വോട്ടർ പട്ടിക, ഇതെല്ലാം ഉണ്ടാക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിലും അതിർത്തി നിശ്ചയിക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മിറ്റിയാണ്. ആ അതിർത്തി നിശ്ചയിക്കുന്ന പ്രോസസ്സിന് തന്നെ പറയുക ഡീലിമിറ്റേഷൻ എന്നാണ്. ഡീലിമിറ്റേഷൻ കമ്മിറ്റിയാണ്. ആ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയിൽ ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും. അത് കൂടാതെ 4 ഗവൺമെൻറ് സെക്രട്ടറി തലത്തിൽ കുറയാത്ത ഉദ്യോഗസ്ഥരും ഉണ്ടായിരിക്കും. ഇതാണ് ആ കമ്മിറ്റിയുടെ ഘടന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ആയല്ലോ. ഇനി അടുത്തൊന്ന് നമുക്കറിയാം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പോസ്റ്റുകളൊന്നും നമുക്ക് ഓർക്കണ്ടേ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ നമുക്കൊന്നറിയണ്ടേ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ഒരു രാജാവാണ് എന്നോർത്തു വയ്ക്കുക. അതാരാണ്? അത് ഷാജഹാനാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അത് രാമസ്വാമിയാണ്. അതും ഒരു രാജാവാണ്. എത്ര എളുപ്പമായി! ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരു രാജാവാണ്, ഷാജഹാൻ ആണ്, മുഗൾ ചക്രവർത്തിയാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാമൻ എന്നുള്ള രാജാവാണെന്ന് ചോദിക്കപ്പോൾ രാമസ്വാമിയാണ്. അപ്പോൾ ഹിന്ദുവായി, മുസ്ലിമായി, ഒരു ക്രിസ്ത്യാനി വേണ്ടേ? അപ്പോൾ നമ്മൾ അതിന് ജോസഫിന് ഇട്ട് കൊടുത്തു അല്ലേ? ക്രിസ്ത്യാനികൾക്ക് പൊതുവായി അധികം കേൾക്കുന്ന പേര് ജോസഫാണ്. അപ്പോൾ ഷാജഹാനും ജോസഫും രാമസ്വാമി. അത് ക്ലിയറായല്ലോ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത്. നല്ല ആലോചിക്കുക. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നാലോ? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമ്മൾ ആലോചിക്കുന്നതെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയ വ്യക്തികളെ കുറിച്ചാണെങ്കിൽ ആദ്യത്തെ വ്യക്തി സുകുമാർ സെന്നാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യത്തെ ആൾ സുകുമാർ സെന്നാണ്.
കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടുള്ള ആദ്യ വനിത രമാദേവിയാണ്. ഓർത്തു വെക്കണേ, രമാദേവിയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, TN ശേഷനാണ്. TN ശേഷൻ വന്നതിന് ശേഷമാണ് അങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് എന്നുള്ളത് തന്നെ മലയാളികൾക്ക് മനസ്സിലാവുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അതാരാണ്? ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് രാജീവ് കുമാർ. കാണാനില്ല തോന്നുന്നു അല്ലേ? ഇത് രാജീവ് കുമാർ കേട്ടോ. മറ്റത് TN ശേഷൻ. ഓക്കെ, ഈ പേരുകൾ ഓർത്തു വെക്കുക. ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് മറ്റൊന്നതിൻ്റെ ഭരണഘടനാ വകുപ്പ് ഏതാ? അതിൻ്റെ ഭരണഘടനാ വകുപ്പ് ഓർത്തു വെച്ചോളൂ, 324 അതിൻ്റെ ഭരണഘടനാ വകുപ്പ് 324. 324 നമ്പർ പങ്ക് വെച്ച് ഓർക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലവ് ചിഹ്നം സങ്കല്പിക്കുന്നു. പിന്നെ താറാവ്, 2 താറാവിനെ സൂചിപ്പിക്കുന്നു. 4 നമുക്കൊരു തോണിയാണ്. കണ്ടോ, 4 തോണിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സങ്കല്പിക്കൂ. എങ്ങനെയാണ് സങ്കല്പിക്കേണ്ടത്? ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ ഒരു താറാവാണ് സ്ഥാനാർത്ഥിയാവാൻ പോകുന്നത്. ആ താറാവ് ആലപ്പുഴയിലാണ്. താറാവ് സ്ഥാനാർത്ഥിയാവുകയാണ്. താറാവ് എന്ത് ചെയ്യുന്നു? ആ തോണിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ലവ് ചിഹ്നം അയച്ചുകൊണ്ട് താറാവ് തോണിയിൽ പോകുന്ന കാഴ്ച. സ്ഥാനാർത്ഥിയാണ്, കയ്യിലൊരു കൊടിയുണ്ട്, കയ്യിലൊരു മൈക്കുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൊടി നിങ്ങൾ മനസ്സിലാണ് കാണേണ്ടത്. ആ 324 നിങ്ങൾക്ക് അവിടെ ഫിക്സ് ആയിട്ടുണ്ടായിരിക്കും. ഇത് നിങ്ങളുടെ കുട്ടികൾക്ക്, വീട്ടിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു നോക്കുക. അവർ ഇത്തരം കഥകളൊക്കെ കേൾക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒന്നും കൂടി ഉദിക്കും. നിങ്ങളുടെ മനസ്സിൽ ഒന്നും കൂടി ഉറപ്പാവും. ഓക്കെ, അടുത്തത് 73, 74 ഭരണഘടനാ ഭേദഗതികൾ നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. 73, 74 ഭരണഘടനാ ഭേദഗതിയുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, 73-ാം ഭരണഘടനാ ഭേദഗതി, 74-ാം ഭരണഘടനാ ഭേദഗതി രണ്ടും വരുന്നത് 1992-ലാണ്. 73-ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജാണ്. 74-ാം ഭരണഘടനാ ഭേദഗതി നഗരപാലികാ ബില്ലാണ്. ഈ രണ്ടിലൂടെയുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരുന്നത്. തുടർന്ന് 1993 ഡിസംബർ 3 ആരും വന്നു? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും വന്നു. ഇത് മറന്നു പോകണ്ട. മാത്രമല്ല ഈ മറ്റേ എന്താ പറയുക, 73, 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാലും നിങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നെഴുതണം. ഇതുമായി ബന്ധപ്പെട്ടൊരു സുപ്രീം കോടതി വിധി വളരെ പ്രധാനമായിട്ടുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട എന്ത് വന്നിട്ടുണ്ട്? സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. അത് ഈ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ ചോദ്യം സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു, ഇപ്പോൾ എവിടെയൊന്നും കാണാനില്ല. അപ്പോൾ അത് 2023 മാർച്ചിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനത്തെ ഒരു വിധി കൊണ്ടുവന്നത്. എന്താണ് ആ വിധി? ആ വിധി പ്രകാരം സ്വതന്ത്രമായി ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ആ കമ്മിറ്റിയിൽ 3 ആളുകളാണ് വേണ്ടത്. സുപ്രീം കോടതി പറയുന്നു. ഏതെല്ലാമാണ് 3 ആളുകൾ? ഒന്ന് പ്രധാനമന്ത്രി, രണ്ടാമത്തെ ആള് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. മൂന്നാമത്തെ ആൾ ആരാണ്? മൂന്നാമത്തെ ആള് പ്രതിപക്ഷ നേതാവ്. ഒന്നില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, അതല്ലെങ്കിൽ ലോകസഭയിലെ പ്രതിപക്ഷ പാർട്ടി, ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ്. എന്നാൽ ഇതൊരു നിയമം വരുന്നത് വരെ മാത്രമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. കാരണം അത്തരമൊരു ചട്ടത്തിൻ്റെ കുറവ് വന്നതുകൊണ്ടാണ്, നമ്മുടെ ഭരണഘടനയിലുമില്ല, അതിനുമായി ബന്ധപ്പെട്ടൊരു നിയമവും ഇല്ലാത്തത് കൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉണ്ടാക്കുന്നതിന് ഇങ്ങനത്തെ ഒരു കമ്മിറ്റി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുണ്ടാക്കി? ഇപ്പോൾ ഒരു നിയമം ഉണ്ടാക്കി. ആ നിയമത്തിൽ മാറ്റമൊന്നുമില്ല. പ്രധാനമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും അവിടെ തന്നെ നിർത്തിയ നിയമം. പക്ഷേ അതിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റി. ആ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പകരം നിലവിൽ അത് ഒരു ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാണ്. ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാക്കി മാറ്റി. ഇത് നന്നായിട്ട് ഓർത്തു വയ്ക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പ്രധാനമന്ത്രിയുണ്ട്, ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയുണ്ട്, ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. ഇനി നമുക്ക് SCERT ബുക്കിൽ നിന്നും അതുപോലെ തന്നെ ഇതിൽ നിന്നും ഒക്കെ ആയി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, വന്ന ചോദ്യങ്ങൾ കൂടി നമുക്കൊന്ന് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ അവിടേക്ക് നമുക്കൊന്ന് പോവാം. അവിടേക്ക് പോകുമ്പോൾ നമ്മൾ ഇനി അടുത്ത ചോദ്യം,
നമ്മൾ ഈ പഠിച്ചതിൽ നിന്ന് തന്നെയാണ് കുറേയൊക്കെ വരുന്നത്. എന്താണ് അടുത്ത ചോദ്യം? ഒരു മിനിറ്റ്. ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു? നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ. അതാരാണ്? ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് സുകുമാർ സെൻ ആണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട്? 3 അംഗങ്ങളാണുള്ളത്. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഉൾപ്പെടെ നിലവിൽ 3 അംഗങ്ങളാണുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ശരിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനുണ്ട്. ശരിയാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ തുടങ്ങിയവ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. ശരിയാണ്. വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം എന്നിവ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ നടത്തപ്പെടുന്നു. ശരിയാണ്. 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ നിലവിൽ വന്ന ഭരണഘടനാ സ്ഥാപനം ഏത്? അത് ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, താങ്ക് യു ആൾ. അപ്പോൾ വീണ്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചേരുന്നതിന് വേണ്ടി ടെലിഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ കോഴ്സിൽ ചേരാനുള്ളവർക്ക് കോഴ്സിൻ്റെ ലിങ്കും നൽകിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.